തിരുവനന്തപുരത്ത് വെള്ളറടയിൽ പോലീസുകാരനെ CPM ലോക്കൽ സെക്രട്ടറി മർദ്ദിച്ചു. വെള്ളറട സ്റ്റേഷനിലെ SI അഭിജിത്തിനെയാണ് ലോക്കൽ സെക്രട്ടറി പ്രദീപ് മർദ്ദിച്ചത്. ചുണ്ടിക്കൽ ക്ഷേത്രത്തിലെ ഘോഷയാത്രയ്ക്കിടെ വെള്ളറട ജംഗ്ഷനിൽ വെച്ചാണ് അടിപിടി ഉണ്ടായത്. ലോക്കൽ സെക്രട്ടറിയും കണ്ടാലറിയാവുന്ന 2 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ തന്നെ മർദ്ദിച്ചതിന് പിന്നാലെ പ്രതിരോധിക്കുകയായിരുന്നു എന്നാണ് ലോക്കൽ സെക്രട്ടറിയുടെ വാദം. പല പ്രദേശങ്ങളിലും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് SI അഭിജിത്തിന്റെ പതിവാണെന്നും പ്രദീപ് പറയുന്നു. ഒരു പോലീസുകാരൻ, അദ്ദേഹത്തിൻ്റെ പേര് ജസീമ എന്തോ ഉണ്ടോ, അയാൾ അവിടെ വന്ന് ചുമ്മാ വെറുതെ ഷോ കാണിക്കാൻ വന്ന് ഗാനമേള കളിച്ചുകൊണ്ടിരിക്കുന്നവരെ കുത്തുക, പിന്നെ പിടിച്ചു തള്ളുക, അങ്ങനെ കുറേ ഷോ കാണിച്ചിട്ട് ഗാനമേള തീർന്ന് അവസാനത്തെ ഒരു പാട്ടിൻ്റെ ലാസ്റ്റ് വരി ആയപ്പോൾ ഈ പോലീസുകാരൻ വന്ന് ഈ കളിച്ചുകൊണ്ടിരുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ കോളറി പിടിച്ച് വലിച്ച് ഈത്തോണ്ട് പോയി. അപ്പം ഞാൻ ഓടി അവിടെ എത്തി. എന്താണ് കാര്യം എന്ന് ചോദിച്ചു. SI ഉടനെ ഓടി വന്നു എന്നെ ഒരൊറ്റ ചവിട്ട്. ആ ചവിട്ടോടുകൂടി ഞാൻ ചെന്നങ്ങ് ദൂരെ വീഴുന്നു. അതിനിടയിൽ തന്നെ അവിടെ ഓടിക്കൂടിയ ആളുകളൊക്കെ തന്നെ വന്ന് പോലീസും പിന്നെ SI ആയിട്ട് അങ്ങോട്ട് തിന്നും തള്ളുകയായി. പരിസരത്ത് 2-3 ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്താൻ എല്ലാം ഈ SI അവിടെ പോയി നിരന്തരമായി വിഷയം ഉണ്ടാക്കുകയാണ്. TS ഹരികൃഷ്ണയാണ് വിവരങ്ങളുമായി. ഹരി, ഒരു പോലീസുകാരനെ തിരുവനന്തപുരത്തെ മാളിൽ പിന്തുടർന്ന് SFIക്കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ചേരിതിരിഞ്ഞുള്ള വാക്കേറ്റത്തിന് ഇടയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഞാൻ ആക്രമിച്ചതല്ല പ്രതിരോധിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്രമത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ ആ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. എന്താണ് സംഭവിച്ചത്? ഒരു സംഘർഷമുണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ ഒരു വാക്കുതർക്കവും അടിപിടിയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. രാത്രി ഏകദേശം ഒരു വെള്ളറട ജംഗ്ഷനിൽ ഒരു 10 മണിയായി കാണും. ആ സമയത്താണ് ഈ ചൂണ്ടിക്കൽ ദേവീക്ഷേത്രത്തിലെ ഘോഷയാത്രയായിരുന്നു. ആ ഘോഷയാത്ര വെള്ളറട ജംഗ്ഷനിലെത്തി അത് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് ഒരു തുറന്ന വാഹനത്തിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു. സഞ്ചരിക്കുന്ന ഗാനമേള എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അത് ഈ വെള്ളറട ജംഗ്ഷനിൽ വന്ന് ആ ഗാനമേള നടക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും പ്രദേശവാസികളും ആ പരിസരത്തുണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്നതിൽ ചിലർ അവിടെ നിന്ന് നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പോലീസുകാരൻ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഈ സംഘർഷത്തിന്റെ തുടക്കം എന്നാണ് ഈ അവിടെയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ, അതായത് ഈ CPMന്റെ ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് അങ്ങനെയല്ല. പോലീസിന്റെ വാദം ഇങ്ങനെയാണ്. ഈ ഘോഷയാത്ര വരുന്നു, ആ സമയത്ത് ഗാനമേള ഉണ്ടായിരുന്നു. ഗാനമേള നടക്കുന്ന സമയത്ത് കുറേ പേർ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ഈ നൃത്തം ചെയ്തുകൊണ്ടിരുന്നവർ റോഡിൽ നൃത്തം ചെയ്തു. ഒപ്പം തന്നെ വന്ന അതുവഴി കടന്നു വന്ന വാഹനങ്ങൾ തടയുകയും ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തപ്പോൾ ജസീം എന്ന് പറയുന്ന പോലീസുകാരനാണ് അവിടെ അത് ചോദ്യം ചെയ്ത് ആളുകളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ജസീമിനെ അവിടെ ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ, അയാളുടെ പേര് ശ്യാമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം.